ഹലോ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ അറിയോ? കോഴിയുടെ കക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, കക്കും കരളും അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ കക്ക് മാത്രം എടുത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മൾ ടൊമാറ്റോ കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് കുനുകുനെന്നറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിക്കൻ്റെ കക്കില്ലേ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് വിനീഗറും കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ സോയ സോസും കൂടി കുറച്ചിടുക കേട്ടോ. അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ട, നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കേട്ടോ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. ഇനി നമ്മളൊരു കുക്കർ എടുത്തു. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സവാള വെട്ടിച്ചില്ലേ അതും കൂടി ഇടുക. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ടേ നമ്മളൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെന്താ കേട്ടോ അടച്ചു വെച്ചു. എടുത്ത് നോക്കാം കേട്ടോ. ഇതേ മാരിയായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ആ വെട്ടി വെച്ച പച്ചമുളകില്ലേ അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. കേട്ടോ ഇതേമാതിരി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ ആ വെട്ടി വെച്ച തക്കാളി ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കി കഴിഞ്ഞു. നമ്മൾ ഒന്നട ഇളക്കി ഇതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചിയില്ലേ അത് ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളം മതി, കുറച്ച് വെള്ളം കൂടി വെച്ച് ഒരു 4-5 വിസിൽ വന്നോട്ടെ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണ്ട. വിസിലൊക്കെ ഒന്ന് വെന്ത് റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അത് ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമ്മുടെ ചിക്കൻ്റെ കക്ക് റെഡിയായി. കണ്ടോ, നന്നായിട്ടൊന്ന് വരട്ടി റെഡിയായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലിട്ടാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്നും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ വരും. കണ്ടോ നമ്മുടെ ചിക്കൻ കക്ക് റെഡി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.